ഐഡിയാസ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഞാൻ ആശ്വസിക്കുകയാണ്. പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ പേരൊക്കെ ഉഴപ്പുന്നുണ്ടെന്ന് അറിയാം. എനിവേ എല്ലാവരും ഓണത്തിൻ്റെ ആ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് വേഗം വരിക, നമുക്ക് പഠിച്ചു തുടങ്ങണം. ഓക്കെ, PYQ ഡെയിലി നമ്മൾ കൊടുക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുക, മറക്കാതെ ഡെയിലി അത് അപ്ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതങ്ങനെ പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഉറക്കമാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3, 4, 5, 6 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉറക്കമാണ്. കുറച്ച് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങി വീഴാനുള്ളൊരവസ്ഥ വരും. നമ്മൾ പതുക്കെ ബുക്ക് അടച്ച് വെക്കും, ദേ കിടന്നൊരൊറ്റ ഉറക്കം. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എണീറ്റ് സമയം കഴിഞ്ഞു വൈകുന്നേരം ആകാറായി. ഇനിയിപ്പോൾ എന്ത് പഠിക്കണമെന്ന് വിചാരിച്ച് ആ പഠിത്തം അതോടെ അവിടെ നിർത്തി. നമ്മുടെ ആ ഒരു ദിവസത്തെ മെയിൻ നമ്മുടെ നമ്മുടെ ഗോളുകളൊക്കെ തന്നെ ഈ ഉറക്കത്തിലങ്ങ് തീർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ എന്താണ് നമ്മൾ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ആവശ്യത്തിന് ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, രാത്രി ഒരു 12 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ കിടന്നു, അല്ലെങ്കിൽ 11 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ കിടന്നെങ്കിൽ നിങ്ങളൊരു 7 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതാണ് ആദ്യത്തെ കാര്യം. അല്ലാതെ ഞാൻ രാത്രി ആകെ 4 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ സാറിൻ്റെ ഐഡിയ പരീക്ഷിച്ചിട്ട് എൻ്റെ ഉറക്കം പോയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്. നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുന്ന കാര്യം, നിങ്ങൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം രാത്രി കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ളവർക്ക് ഉറക്കം വരുമ്പോഴുള്ള ഐഡിയ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഉറക്കം വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ സ്റ്റഡി ടേബിളിനെ കുറിച്ച് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ ഒരിക്കലും നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ടോ നമ്മൾ പഠിക്കരുത്. കാരണം ഉറക്കത്തിന് കാരണമാകുന്ന എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. ബെഡ് ഈക്വൽ ടു ഉറക്കം, പില്ലോ ഈക്വൽ ടു ഉറക്കം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് ഈക്വൽ ടു ഉറക്കം എന്ന് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ബെഡിനെയോ അല്ലെങ്കിൽ ഒരു തലയാണയോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഉള്ളിൽ, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പുളി ഒരാളിങ്ങനെ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ കൂടെ ഇങ്ങനെ വെള്ളം വരാറില്ലേ? നമ്മൾ വേണ്ട വരുത്തരുത് പറഞ്ഞിട്ട് അടഞ്ഞാൽ നിൽക്കത്തില്ല, അത് വന്നുകൊണ്ടിരിക്കും അല്ലേ. അതൊരു ഇൻഡ്യൂഷനാണ്, അതൊരു ഇൻഡ്യൂസ്ഡ് ആക്ഷനാണ്. അത് വന്നുകൊണ്ട് സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ളൊരു ആക്ഷനാണ്. അതുപോലെ തന്നെയാണ് പില്ലോ, ബെഡ്, ബ്ലാങ്കറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഉറക്കം എന്നുള്ള രീതിയിൽ ഒരു ട്രിഗർ അങ്ങ് ജനറേറ്റ് ആവുകയാണ്. ആ ട്രിഗറാണ് നമ്മളെയൊക്കെ പിടിച്ച് കിടത്തി ഉറക്കിക്കളയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും നിയർ ടു ബെഡ്റൂം ആവാം, പക്ഷേ ഈ ബെഡ്റൂമിൽ തന്നെ ഇരുന്നുള്ള പഠിത്തം മാക്സിമം നിങ്ങൾ ഒഴിവാക്കണം. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ ബെഡ്റൂമിലൊക്കെ ഇരുന്ന് പഠിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ചില സമയത്തൊക്കെ കേട്ടാൽ. നമുക്ക് ഉറങ്ങണം എന്നുള്ള എയിമിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ബെഡ്റൂമിൽ പോയിരുന്ന് പഠിക്കുക, സുഖമായി കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ ബെഡ്റൂമിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് വായിക്കും, പിന്നെ ചരിഞ്ഞ് കിടന്നിട്ട് വായിക്കും, പിന്നെ കിടന്ന് വായിക്കും, പിന്നെ എപ്പോഴോ നമ്മളറിയാതെ ഉറങ്ങിപ്പോവും അല്ലേ. അപ്പോൾ നമ്മുടെ എയിം ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിലിരുന്ന് പഠിച്ചോളൂ. അതല്ല നമ്മുടെ എയിം പഠിക്കണമെന്നാണെങ്കിൽ ഒരിക്കലും ബെഡ്റൂമിലിരുന്ന് പഠിക്കരുത്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ടൊരു സ്ഥലം തന്നെ നിങ്ങൾ സ്റ്റഡീസ് ടേബിളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയൊരു ടേബിൾ, ഒരു 1000 രൂപ 1200 രൂപ കൊടുത്ത ഒരു ചെറിയൊരു ടേബിൾ കിട്ടും അല്ലേ, ഏറ്റവും വില കുറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി ടേബിൾ എടുത്തു. ആ ടേബിളിൽ ഒരു ചെയർ, മാക്സിമം ഈ ചാരി ഇരിക്കാൻ പറ്റുന്നതും നല്ല സുഖമുള്ള ചെയറുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒഴിവാക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ഫൈബറിൻ്റെ ഒരു സിമ്പിൾ ചെയർ, ഫൈബറാണ് ഏറ്റവും ബെസ്റ്റ്, ഫൈബർ ചെയർ ഇടുക, ഇരിക്കുക. ഇനി നമ്മുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ട കാര്യം, ബുക്കുകളൊക്കെ ഇങ്ങനെ പറന്ന് കാണില്ലേ, ഈ ബുക്കുകൾ ഇങ്ങനെ ഭയങ്കര വൃത്തിയില്ലാതെ അവിടെ എവിടെയും ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു ലേസിനെസ് എന്ന് പറയുന്നൊരു സാധനം ട്രിഗർ ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ബുക്കിന് എപ്പോഴും അടുക്കും ചിട്ടയോടെ ബുക്കിന് അവിടെ വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. ഓക്കെ, ബുക്ക് എപ്പോഴും ഇച്ചിരി ചിട്ടയായിട്ട് തന്നെ അടുക്കി വെക്കാനായിട്ട് ടേബിളിൻ്റെ മുകളിൽ ശ്രമിക്കുക. ഫസ്റ്റ് കാര്യം, ഉറക്കം വരാതിരിക്കുന്ന കാരണങ്ങളാട്ടോ പറയണത്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരു ചന്ദനത്തിരി വീട്ടിലുണ്ടെങ്കിൽ, ചന്ദനത്തിരി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം കാലത്ത് എണീറ്റ് കുളിക്കണം എന്ന് പറയുന്നതാണ്. പുലർച്ചെ 4 മണിക്കൊന്നും ഓർത്ത് കുളിക്കരുത്. നിങ്ങൾ നോർമലി ഒരു 7 മണി 8 മണിയൊക്കെ നിങ്ങളുടെ പല്ല് തേപ്പും ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ടൊന്ന് കുളിക്കുക. തണുപ്പുള്ള സമയത്തും തണുപ്പില്ലാത്ത സമയത്തും മഴക്കാലത്തും ഒക്കെ ഈ ശീലം കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഈ കുളിക്കുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലുള്ള സ്വെറ്റൊക്കെ പോയി നമ്മുടെ ബോഡിയിലൊരു ഫ്രഷ്നെസ് ഫീൽ വരും, ഒരു മണം വരും അല്ലേ. നമ്മൾ തേച്ച് സോപ്പിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മണം വരും. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ തലേന്നുള്ള ആ ഒരു വിയർപ്പിൻ്റെ ഒരു നമ്മുടെ ഇന്നലെ രാവിലെ കുളിച്ചാണ്, പിന്നെ ഇത്ര നേരം
നേരം കുളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വേർപ്പിൻ്റെ സ്മെല്ലുണ്ടാവും. അത് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് കേൾക്കുമ്പോഴും നമുക്കൊരു നെഗറ്റീവ് വൈബ്രേഷനാണ് നമ്മുടെ തലച്ചോറിലേക്ക് പോവുക. നമ്മുടെ ഈ ലേസിനെസ് എന്ന് പറയുന്ന ഫാക്ടറെ വീണ്ടും ട്രിഗർ ചെയ്യാനാണ് അത് സഹായിക്കുക. അപ്പോൾ ചെയ്യേണ്ട കാര്യം കാലത്തണിച്ച് നന്നായിട്ട് ഫ്രഷായിട്ട് കുളിക്കുക. ഇറുക്കമുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഇച്ചിരി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ, കംഫർട്ടായിട്ടുള്ള വേഷങ്ങൾ, നമ്മൾക്കനുസരിച്ചുള്ളൊരു കംഫർട്ട് ഡ്രസ്സ് നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ ഒരു ചന്ദനത്തിരി നമ്മൾ വീട്ടിലേക്ക് കൊളുത്തി വെക്കാനായിട്ട് ശ്രമിക്കുക. കാലത്തണിച്ചു ഒരു കുളിയൊക്കെ കഴിഞ്ഞൊരു ചന്ദനത്തിരി ഒന്ന് കൊളുത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു മണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് എനർജി കിട്ടുന്നതിൽ വലിയൊരു ഫാക്ടർ അവിടുത്തെ ആ ചന്ദനത്തിരികളും ആ ദീപം കത്തുന്ന ആ ഒരു മണവും ആ എണ്ണയുടെ മണമൊക്കെ ചേർന്നിട്ടുള്ള അതിന് വലിയൊരു ഫാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. ഒരു ചന്ദനത്തിരി എവിടെയെങ്കിലും ഒന്ന് കൊളുത്തി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മണം നല്ലൊരു ഫ്രാഗ്രൻസ് നമ്മുടെ ആ ചുറ്റുമൊക്കെ ഒന്ന് പറയുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടേബിളിൽ നമ്മൾ വെക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പടം വെക്കുക. ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ദൈവത്തിൻ്റെ പടങ്ങളാണെങ്കിൽ അങ്ങനെ വെക്കാം നമുക്ക്. ഇനിയിപ്പം എന്താ പറയുക, ചിലവർക്ക് ചില അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വെക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമായിരിക്കാം. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ വെക്കുക, അല്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടം. ഓക്കെ, ഇപ്പോൾ ചിലവർക്ക് അവരുടെ ഫാമിലി ഫോട്ടോ വെക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഒന്നും കിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപങ്ങളായിരിക്കാം ചിലപ്പോൾ പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യം. ചിലപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു രൂപമായിരിക്കാം, എന്തെങ്കിലും ഒരു രൂപം. അപ്പോൾ അത് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ കൂടെ തന്നെ അത് വെക്കുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ റെഡി ടു ഡു എ ജോബ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുറേ സമയത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് കിച്ചണിലൊക്കെ പോവുക, വെള്ളമൊക്കെ ഒന്ന് കുടിക്കുക, വല്ല സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കഴിക്കുക. സ്നാക്സ് പറഞ്ഞ് ഇത് തന്നെ തീറ്റാന്ന് പറഞ്ഞ് തിന്നോണ്ട് നടക്കരുത് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഉറക്കമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണത്. അതുപോലെ കിച്ചണിൽ നമ്മുടെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനൊന്ന് സഹായിക്കുക. ചിലപ്പോൾ വൈഫ് ഉണ്ടാകുന്ന വൈഫിൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കിച്ചണിൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക. തിരിച്ചു വരിക, വീണ്ടും നമ്മുടെ പരിപാടി തുടങ്ങുക, പഠിത്തം തുടങ്ങുക. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, നമ്മുടെ കാലത്ത് എണീക്കുന്നൊരു മൂഡില്ലേ, ആ മൂഡാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കാലത്ത് എണീറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് വൃത്തിയായി മടക്കി അതിനെ ബ്ലാങ്കറ്റ് ആണെങ്കിൽ അതിനൊക്കെ മടക്കി വൃത്തിയായിട്ട് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ബെഡിൻ്റെ സൈഡിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ നീറ്റാക്കി വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ തന്നെ ഒരു പോസിറ്റീവ് വൈബ്രേഷനും കിട്ടി. ഓക്കെ, ഞാൻ ഇച്ചിരി നീറ്റും ടൈഡിയൊക്കെ ആണെന്ന് എനിക്ക് തന്നെ ഒരു തോന്നലും ഒരു കോൺഫിഡൻസും ഒരു സെൽഫ് ഒരു കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ആവും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബെഡ് മടക്കി വയ്ക്കുക എന്ന് പറയുന്നവിടെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ബെഡ് മടക്കി വെച്ചു, കുളി കഴിഞ്ഞു, നല്ല വസ്ത്രങ്ങളിട്ടു, പുതിയത് നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും ഇടാതെ പുതിയ വസ്ത്രങ്ങൾ, അത്യാവശ്യം അയവുള്ള വസ്ത്രങ്ങൾ, നമുക്ക് ഇരിക്കുമ്പോൾ കുറേ നേരം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടു, നമ്മളിരുന്നു. അതുപോലെ തന്നെ ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ചു, നമ്മൾ പഠിത്തം തുടങ്ങി. ഇടയിലൊക്കെ ഒന്ന് കറങ്ങി വന്നു. 1 അവർ ഗ്യാപ്പിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നമ്മൾ കറങ്ങി വരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 7-8 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6 മണിക്കൂറോ 4 മണിക്കൂറോ നമ്മളവിടെ അനുസരിച്ചിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഓക്കെ, എൻ്റെ പരിപാടി കഴിഞ്ഞു, എനിക്കിനി ഒന്നും കയറത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പഠിത്തം അവിടെ നിർത്തുക, ഒരു ചെറിയൊരു മൂവി എടുക്കുക, ഒരു ½ അവർ കാണുമ്പോൾ ഒന്ന് റിഫ്രഷ് ആവും, മാറ്റി വെച്ചു മുന്നാണ്ട് കിടന്നുറങ്ങുക. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ കുറച്ച് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെയുണ്ട് ദിവസം കഴിഞ്ഞ് വെക്കുക. ഓക്കെ, ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ മാറ്റങ്ങൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാൻ ചെയ്ത് നോക്കിയ സമയത്ത് ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തിട്ട് മാത്രം നിൽക്കരുത് കേട്ടോ. ഇത് എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് അതിനൊരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. നല്ല പോസിറ്റീവായിട്ട് കുറേ കൂടുതൽ സമയം നമുക്ക് പഠിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു മെത്തേഡായിട്ട് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ, മിസ്റ്റർ അനിൽകുമാർ, ഹാവ് എ വെരി ഗുഡ് ഡേ.